ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കാന്താര സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. നമ്മൾ കാന്താര സിനിമ കാണാൻ പോയത് തൃശ്ശൂർ വിയ്യൂർ പാടുകാടുള്ള ദീപ സിനിമാസിലാണ്. കാന്താര ഫസ്റ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെയുള്ള സിനിമ എന്നറിയാം. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട്, അതായത് ചാപ്റ്റർ 1 കാന്താരയിലും അത്യാവശ്യം നല്ല സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളൊരു തിയേറ്റർ തിരഞ്ഞെടുത്തത്. കാരണം ഇത് കേരളത്തിലെ 4ാമത്തേതും തൃശ്ശൂരിലെ ആദ്യത്തേതുമായ DTS-X സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന തിയേറ്ററാണ്. അപ്പോൾ നമുക്ക് ഏതൊരു മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് പോലും ഇതിൽ കേൾക്കാനായിട്ട് സാധിക്കും. യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഒരു തിയേറ്റർ 1980-കളിലുള്ളതാണെങ്കിലും പുതിയതായിട്ട് മേക്ക് ഓവറൊക്കെ എടുത്ത് ലേസർ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത്, ഇതുപോലെ DTS-X എന്ന് പറയുന്നത് പുതിയൊരു സൗണ്ട് സിസ്റ്റമാണ്. അതൊക്കെ എടുത്തിട്ടുള്ള തിയേറ്റർ ആയതുകൊണ്ട് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ അത് വേറൊരു ലെവലായിരിക്കും. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ കാര്യമാണ്. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് വോൾ ടു വോൾ സ്ക്രീനാണ്. അതായത് തിയേറ്റർ എത്ര തന്നെ ഉണ്ടോ അത്ര തന്നെ അതിൻ്റെ സ്ക്രീനിൻ്റെ വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് വിഷ്വൽസൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ദീപ സിനിമാസ് തിരഞ്ഞെടുത്തത്. തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിൽ വിയ്യൂർ പാടുകാടാണ് ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും വിഷ്വൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതൊരു അടിപൊളി തിയേറ്റർ തന്നെയായിരിക്കും. 150-250 രൂപകളിലാണ് ഇവിടെ ടിക്കറ്റ് നിരക്കുള്ളത്. പാർക്കിങ്ങിന് അത്യാവശ്യം സ്ഥല സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കാന്താരയിലേക്ക് വരികയാണെങ്കിൽ, കാന്താര സിനിമ ആദ്യത്തെ പാർട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവലൊക്കെ കുറഞ്ഞൊരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ ഓരോരുത്തരും വരുമ്പോൾ ഓരോരുത്തരുടെ റോള് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്നുള്ള ധാരണയൊന്നുമില്ല. ഓരോരുത്തരും അവരവരുടേതായ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കഥ പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളതൊരു, നമുക്കൊരു സിനിമ കാണുമ്പോൾ അത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ള തോന്നൽ ഈ ഒരു സിനിമയിലില്ല. കാരണം അത്രയധികം ടെസ്റ്റുകളാണ് ഉള്ളത് ഓരോ ക്യാരക്ടേഴ്സിനും. ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് ലാഗ് അടിപ്പിച്ചു, എന്നാലും അത് വലിയ കുഴപ്പമില്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. സെക്കൻഡ് ഹാഫ്, അതായത് ഇൻ്റർവ്യൂവിന് ശേഷം അടിപൊളിയായിട്ട് സിനിമ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് സിനിമ കാന്താരയിൽ എന്താണോ ഇനി സെക്കൻഡ് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് അതെല്ലാം ഇതിലാ സംവിധായകൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാതും ഇടകലർന്നിട്ടുള്ളൊരു സിനിമയാണിത്. അതിലുപരി ഇതിൻ്റെ ക്ലൈമാക്സ് സീന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ്. കാരണം അതിൽ ട്വിസ്റ്റാണ്. ക്ലൈമാക്സ് അടുക്കുന്തോറും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കാന്താര ചാപ്റ്റർ 1 ലെജൻഡ് കാണാത്തവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണേ.